പകുതി ഭാരവാഹികളെ വിളിക്കാതെ NCP ഭാരവാഹി യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവർക്ക് മാത്രമാണ് ക്ഷണമുള്ളത്. പാർലമെന്ററി പാർട്ടി നേതാവ് തോമസ് കെ തോമസ്, ദേശീയ ജനറൽ സെക്രട്ടറി TP പീതാംബരൻ മാസ്റ്റർ എന്നിവർക്ക് ക്ഷണമില്ല. വിഷ്ണു പ്രകാശ് നമുക്കൊപ്പം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ശശീന്ദ്രൻ വിഭാഗമുണ്ടോ? ആര്യ, പ്രധാനമായും ഇതിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാരും അടക്കമുള്ളവരാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, ഈ ട്രഷററായിട്ടുള്ള ആള് ശശീന്ദ്രൻ വിഭാഗത്തിൽ നിന്നുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ശശീന്ദ്രൻ വിഭാഗം പൂർണ്ണമായും ഇത്തരത്തിൽ ഇന്ന് നടക്കുന്ന സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ തോമസ് കെ തോമസ്, സാധാരണഗതിയിൽ ഇത്തരത്തിൽ സംസ്ഥാന ഭാരവാഹികളുടെ യോഗം നടക്കുമ്പോൾ പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയ്ക്ക് തോമസ് കെ തോമസിനും ഇത്തരത്തിൽ ക്ഷണം ലഭിക്കേണ്ടതാണ്. എന്നാൽ ഇത്തരത്തിൽ ക്ഷണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ മുതിർന്ന നേതാവായിട്ടുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള TP പീതാംബരൻ മാസ്റ്ററെയും ക്ഷണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വലിയ വിഭാഗത്തിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് ഇന്നിപ്പോൾ PC ചാക്കോയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടക്കുന്നത്. ഏതായാലും നമുക്ക് മനസ്സിലാകുന്നത്, നേരത്തെ മന്ത്രിമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ തമ്മിലുള്ള ഒരു അസ്വാരസ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ശശീന്ദ്രൻ വിഭാഗം അതിനെ തുടർന്നാണ് ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും യോഗം ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടുകൂടി യോഗം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ തന്നെ ഈ പാർട്ടിയുടെ ചുമതലയുള്ള വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും മാത്രമാണ് ഇപ്പോൾ ഈ യോഗത്തിൽ എടുക്കുന്നതും ഇവർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്നാണ് ഈ മന്ത്രിമാറ്റത്തിന്റെ ചർച്ചയിൽ ഒരു തീരുമാനമെടുത്തത്. ഇപ്പോൾ മന്ത്രി മാറണ്ട എന്നൊരു നിലപാടെടുത്തത്. ഇതിനെ തുടർന്ന് PC ചാക്കോ അടക്കമുള്ള മുതിർന്ന നേതാവ് ഇത്തരത്തിൽ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ അടക്കം മുഖ്യമന്ത്രി വിമർശിച്ചതെല്ലാം വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ചില രീതിയിലുള്ള എതിർപ്പുകളുമുണ്ട്. അതുപോലെ തന്നെ ഈ ജില്ലാ പ്രസിഡന്റുമാരായിട്ടുള്ളവരെയും സാധാരണ ഇത്തരത്തിൽ നടക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിന് വിളിക്കാറുമുണ്ട്. അവരെയും ഇന്ന് ഒഴിച്ചു നിർത്തിയിട്ടില്ല. ഇതെല്ലാം കൂട്ടി വായിച്ച് അവർക്ക് ഇന്ന് നടക്കുന്ന യോഗത്തിൽ തന്നെ ഒരു സംശയവും അല്ലെങ്കിൽ ആശങ്കയും ഉണ്ട്. എന്താണ് ഇത്തരത്തിൽ ഇത് ഭാവിയിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഈ NCP സംസ്ഥാന ഭാരവാഹി യോഗം വിളിക്കുമ്പോൾ പോലും അതിനകത്ത് മുഴുവൻ പേരെയും പങ്കെടുപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഗ്രൂപ്പ് യോഗം വളരെ ശക്തമായി നിൽക്കുന്നു. PC ചാക്കോ, AK ശശീന്ദ്രൻ വിഭാഗം തമ്മിലുള്ള തർക്കം അത് ഉൾപാർട്ടി തർക്കമായി തന്നെ തുടരുന്നു. അതിപ്പോൾ പ്രത്യക്ഷത്തിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കൊച്ചിയിൽ നമ്മൾ കാണുന്നത്.